പാഠം പഠിക്കണം, പഠിക്കേണ്ടതായ ഒട്ടേറെ പാഠങ്ങളുണ്ട്. പാഠം പഠിക്കും എന്ന് തന്നെയാണല്ലോ ഇന്നിപ്പം ഇന്നലെയും ഇന്നുമായിട്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്തു പാഠമാണ് ഇടതുപക്ഷം ഈ തിരഞ്ഞെടുപ്പിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഞാൻ കരുതുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും ഒരു പിണറായി സർക്കാർ വിരുദ്ധ തരംഗമുണ്ടായിരുന്നു, ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ വിരുദ്ധ തരംഗമാണോ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുക, ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുത്തിരുന്നു, ഉച്ചക്കഞ്ഞി വിതരണം മുടങ്ങിയിരുന്നില്ല, സപ്ലൈകോയിൽ എല്ലാ സാധനങ്ങളും ലഭ്യമായിരുന്നു. ഈ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഇടതുപക്ഷ സർക്കാർ എന്ന് വെറുതെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനൊരു സ്വീപ്പിംഗ് വിക്ടറി ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് എൻ്റെ നിലപാട്. അതിൻ്റെ കാരണം വളരെ കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വിശദീകരിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിൽ വരണം, അതുകൊണ്ട് കോൺഗ്രസ് തന്നെയാണ് കൂടുതലായും ഇവിടെ നിന്ന് ജയിക്കേണ്ടത് എന്നൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ കേരളത്തിലെ വോട്ടർമാരെടുത്തിരുന്നു. ഇപ്പോൾ ഹിന്ദു ദിനപത്രം ആഫ്റ്റർ പോൾ സർവേ നടത്തിയിരുന്നു, അല്ലേ? ഇപ്പോൾ ലോക്നീതി CSDSൻ്റെ ഒരു സർവേ വന്നിരുന്നു. ആ സർവേയിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ വോട്ടിങ്ങിനെ സർക്കാർ വിരുദ്ധ തരംഗം ആകപ്പാടെ സ്വാധീനിച്ചത് 23% മാത്രമാണ്. 70% ആളുകളും കേരളത്തിൽ തീരുമാനമെടുത്തിരുന്നത് രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വരരുത് എന്നാണ്. അതുകൊണ്ട് അവർ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കോൺഗ്രസിന് ഇത്രയും വലിയൊരു വിക്ടറി ഉണ്ടായിട്ടുള്ളത്. അത് വളരെ യുക്തിപരമായ ഒരു നിരീക്ഷണം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന എല്ലാ പെൻഷൻ കൊടുക്കുകയും അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുകയും മരുന്നുറപ്പാക്കുകയും ഉച്ചക്കഞ്ഞി വിതരണം നടത്തുകയും ഒക്കെ ചെയ്താൽ കൂടിയും ഇപ്രാവശ്യം കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുക UDFൻ്റെ ആളുകളെ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് മറ്റൊരു കാരണം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് 2019 CPMൻ്റെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25.97%. 2024 CPMൻ്റെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25.82%. അതായത് കേവലം 0.15% വളരെ നെഗ്ലിജിബിളായിട്ടുള്ള ഒരു 0.15% ഒരു ലോസ് മാത്രമാണ് CPMന് ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ വളരെ ശക്തമായി ആൻറ്റി ഇൻകംബൻസി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ UDFൻ്റെ വോട്ട് പെർസെൻറ്റ് വലിയ രീതിയിൽ ഉയരണം. അത് ഉയർന്നിട്ടില്ല. ഇപ്പം കഴിഞ്ഞ തവണ 2019 37.46 ആയിരുന്നു UDFൻ്റെ കോൺഗ്രസിൻ്റെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതിപ്രാവശ്യം 35 കുറഞ്ഞിരിക്കുകയാണ്. 2% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ആൻറ്റി ഇൻകംബൻസി മൂലമാണ് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് പരാജയം ഉണ്ടായിരിക്കുന്നതെന്ന് വിലയിരുത്തിയാൽ ഒരു പക്ഷേ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അണ്ടർ കറൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനകത്ത് നമ്മൾക്ക് വീഴ്ച വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി വിശാല അർത്ഥത്തിൽ ഈ വിഷയങ്ങളെ പരിശോധിക്കുന്നതുകൊണ്ട് ഏതായാലും ഈ കണക്കുകളൊന്നും തന്നെ ആൻറ്റി ഇൻകംബൻസി കൊണ്ടാണ്, പിണറായി വിജയൻ്റെ സർക്കാർ പ്രവർത്തിക്കുന്നതിനോടുള്ള വിദ്വേഷമോ എതിർപ്പോ കൊണ്ടാണ് ഈ 18 സീറ്റിലെ UDFൻ്റെ വിജയം എന്ന് വിലയിരുത്തിയാൽ യഥാർത്ഥ രാഷ്ട്രീയ കാരണം കണ്ടെത്തപ്പെടാതെ പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഗോവിന്ദ മാസ്റ്റർ എന്ന് പറയുന്നുണ്ടായിരുന്നു, സർക്കാരിനെ തിരുത്തേണ്ടയിടത്ത് തിരുത്തും, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണമെങ്കിൽ മെച്ചപ്പെടുത്തും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിയിലാണോ ഇന്ന് ഇടതുപക്ഷം കേരളത്തിലുള്ളത് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ പറയുന്ന സർക്കാരിൻ്റെ മുഖം മിനുക്കലിനൊക്കെ അപ്പുറത്ത് മറ്റു ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇപ്പം 4% വോട്ട് BJPക്ക് അധികമായി വരുന്നു. 2.18% വോട്ടാണ് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് കോൺഗ്രസിന് നഷ്ടം വന്നിരിക്കുന്നത്, UDFന് നഷ്ടം വന്നിരിക്കുന്നത് ആകെ. അതേപോലെ 1.81% ഇടതുപക്ഷത്തിന് കുറവ് വന്നിരിക്കുന്നത്. രണ്ടും കൂടി ചേർത്താൽ ഏറെക്കുറെ 4%. ഇപ്രാവശ്യം 3.7% വോട്ടാണ് BJPക്ക് ആകെ വർദ്ധിച്ചിരിക്കുന്നതെന്ന് കാണാം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ UDFിൽ നിന്നും അതുപോലെ തന്നെ CPMൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും ഒരുപോലെ വോട്ട് പുറത്തേക്ക് പോയിരിക്കുന്നു. ആ പോയിരിക്കുന്ന വോട്ടുകൾ ചെന്ന് ചേർന്നിരിക്കുന്നത് BJP ക്യാമ്പിലായിരിക്കുന്നു എന്ന് മാത്രമല്ല, 11 മണ്ഡലങ്ങളിൽ നമുക്കറിയുന്നത് പോലെ BJP 1-ാം സ്ഥാനത്താണ്. അത് കൃത്യമായും തൃശ്ശൂരിലെ 7 മണ്ഡലങ്ങളും അതുപോലെ ആറ്റിങ്ങലിലെ 1 മണ്ഡലവും അതുപോലെ തിരുവനന്തപുരത്തെ 3 മണ്ഡലങ്ങളും, ആ 11 മണ്ഡലങ്ങളിലാണ് BJP 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണയും ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ 2019 3 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് വളരെ മുന്നിലായിരുന്നു BJP. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് റിഫ്ലക്റ്റ് ചെയ്തില്ല. ഞാൻ വിചാരിക്കുന്നില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന 11 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയ വിജയം അതേപോലെ തന്നെ നിയമസഭയിലും ആവർത്തിക്കുമെന്ന്. പക്ഷേ ഞാൻ ഭയക്കുന്നൊരു കാര്യം, അതാണ് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യമെന്ന് ഞാൻ പറയുന്നത്. ആലപ്പുഴയിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ എത്രയാണെന്നറിയാമോ NDAയും UDFും തമ്മിലുള്ള വ്യത്യാസം? 1315 വോട്ട്. അതേപോലെ തന്നെ കായംകുളത്ത് NDAയും UDFും തമ്മിലുള്ള വ്യത്യാസം നിയമസഭാ മണ്ഡലത്തിൽ 2196 വോട്ട്. വർക്കലയിൽ
LDFും NDAയും തമ്മിലാണ് മത്സരം. അവിടെ 5114 വോട്ട്. ഇനിയിപ്പോൾ അടിയന്തരമായി വരാൻ പോകുന്നതാ ഈ പറയുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ 9000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രണ്ട് മുന്നണികളിൽ നിന്നും വോട്ട് പിടിച്ചുകൊണ്ട് മുന്നേറുന്നു എന്ന് മാത്രവുമല്ല, ഇവിടെ എല്ലാ ബൂത്തുകളിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ചെറിയ രീതിയിലല്ല, ചില മണ്ഡലങ്ങളിലെങ്കിലും വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആൻറ്റി ഇൻകംബൻസി എന്നൊക്കെയുള്ള ഫാക്ടേഴ്സിനപ്പുറം ഈ പറയുന്ന വലിയൊരു ആശയപരമായ ഷിഫ്റ്റ് കേരള സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അവിടെയാണ് ഈ പറയുന്ന ഈ CSDSൻ്റെ സർവേയിൽ പറയുന്ന 45% നായർ വോട്ടുകൾ ഇപ്രാവശ്യം പിന്നെ BJPയിലേക്ക് പോയിരിക്കുന്നു. 33% ഈഴ വോട്ടുകൾ ഇപ്രാവശ്യം BJPയിലേക്ക് പോയിരിക്കുന്നു. നോക്കൂ, ഇതൊരു ചെറിയ കാര്യമല്ല. ഈ പറയുന്ന മുന്നാക്ക ഹിന്ദു വിഭാഗങ്ങളെയും അതേപോലെ തന്നെ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളെയും ഒരുപോലെ ആകർഷിക്കുന്നതിൽ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 33% ഈഴവ വോട്ടുകൾ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, BJPയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ BDJS എന്ന് പറയുന്നത്. SNDPയുടെ ഒരു പദ്ധതി ആയിരുന്നില്ല അത്. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിന് എതിര് പോലുമായിരുന്നു. അപ്പോൾ BJPയാണ് BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിഭാവന ചെയ്യുന്നത്. ആ BDJS ആദ്യകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും ഒരു ഇളക്കവും സൃഷ്ടിച്ചിട്ടില്ല. അവരുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2014 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിൽ 4% വോട്ടാണ് അവർ പിടിച്ചിരുന്നതെങ്കിൽ 2019-ലും 2021-ലും അവരുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 2% താഴെയാണ്. പക്ഷേ 9 വർഷം കഴിയുമ്പോൾ ഈ BDJS എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉണ്ടല്ലോ, അത് കൃത്യമായി റിസൾട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അവിടെ ചോർച്ച സംഭവിക്കുന്നത് ഇടതുപക്ഷത്തിൽ നിന്നായിരിക്കുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. കാരണം ഈ പറയുന്ന ഈഴവ വിഭാഗം, പിന്നാക്ക ഈഴവ വിഭാഗങ്ങൾ, ദളിത് വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങളാണ് എപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയും ശക്തിയും എന്ന് പറയുന്നത്. ആ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്, ആ അധസ്ഥിത വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയ പണിയെടുത്തിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ. ആ കടപ്പാടോടുകൂടി തന്നെ എക്കാലവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പിന്തുണച്ചിട്ടുള്ള ജനവിഭാഗമാണ് അവർ കോൺഗ്രസിലേക്കല്ല പോകുന്നത്, മറിച്ച് അവർ BJPയിലേക്ക് പോകുന്നു. ആ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പം പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ എത്രയൊക്കെ കാര്യങ്ങൾ കൊടുത്താലും ഇവരെ ഇങ്ങനെ ഈ ആളുകളെ ഭൗതികമായി തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അതിനൊക്കെ ഒരു പരിചാൽ ഇപ്പം നല്ല റോഡുകൾ വരുന്നു, അപ്പം പിന്നെ ഇപ്പം നരേന്ദ്രമോദിക്ക് ആളുകൾ വോട്ട് ചെയ്ത് എന്തിനാ? നമുക്ക് പെൻഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ പിന്നെ മരുന്ന് കൊണ്ടു തരും നരേന്ദ്രമോദി എന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ പിന്നെ ഉച്ചക്കഞ്ഞി വിതരണം മുടക്കില്ല എന്ന് വിചാരിച്ചിട്ടാ, സപ്ലൈയും കോയിൽ അവശ്യ സാധനങ്ങൾ കിട്ടും എന്ന് വിചാരിച്ചിട്ടാ നരേന്ദ്രമോദി ഒന്നും കൊണ്ട് ഇവിടെ തരാൻ പോകുന്നില്ലല്ലോ. നരേന്ദ്രമോദിക്ക് ഓരോ ബൂത്തിലും വോട്ട് കൊടുത്തിരിക്കുന്നത് BJPക്കുള്ള വോട്ടായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ വോട്ടാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന പെൻഷൻ കൊടുത്താലും ഒക്കെ ഈ പറയുന്ന ഒരു ആശയപരമായ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ ആശയപരമായ ഷിഫ്റ്റിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു വികസിത സമൂഹമാണ് കേരളം എന്ന് പറയുന്നത്. ഏത് ഇൻഡിക്കേറ്റർ വെച്ച് നോക്കിയാലും, അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ, ശുചിത്വത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ, ജനന മരണ നിരക്കിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ ഏത് ഇൻഡിക്കേറ്റർ വെച്ച് നോക്കിയാലും നമ്മുടെ വികസിത സമൂഹമാണ്. നിങ്ങളിപ്പോൾ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിയേ, ഏത് വീടെടുത്താലും ഒരു കാർ പോർച്ച് ഉണ്ടാകും. കാർ വേണമെന്നില്ല, എന്നാലും എപ്പോഴും വരാനിരിക്കുന്ന ഒരു കാറുണ്ട് അവരുടെ മനസ്സിൽ. കാർ വാങ്ങിക്കാനും പറ്റും. ആ രീതിയിലൊരു സാമ്പത്തികമായി തന്നെ നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്നതാണ്. നമ്മളെ കമ്പയർ ചെയ്യുന്നത് യൂറോപ്പിലേക്കായിട്ടുള്ള സമൂഹങ്ങളുമായിട്ടാണ്. ഈ വികസിത സമൂഹമായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പഴയ മത നിയമങ്ങളൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇനി സാംസ്കാരികമായൊരു സ്വത്വമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ സാംസ്കാരിക സ്വത്വ നിർമ്മാണത്തിലേക്ക് ഈ പറയുന്ന പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾ പോകുന്നു. അതൊരു ചെറിയ കാര്യമല്ല. അവർ ഹിന്ദുത്വവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെ ആ ഹിന്ദുത്വവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പാകത്തിലുള്ള ആശയങ്ങൾ BJPയും മറ്റ് സംഘപരിവാർ ശക്തികളും നിർമ്മിച്ചു കൊടുക്കുന്നു. അവരെ അങ്ങനെ ഗാൽവനൈസ് ചെയ്യുന്നു, ഗ്യാദർ ചെയ്യുന്നു. ആ രീതിയിൽ അവർക്കൊരു സ്വത്ത് നിർമ്മിച്ചു കൊടുക്കുമ്പോൾ അവർ വളരെ പെട്ടെന്ന് സാമ്പത്തികമായൊക്കെ മുന്നോക്കമായിട്ടെത്തി ഇനി ഒരു സാംസ്കാരിക സ്വത്വത്തിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ഈ പറയുന്ന ഇടതുപക്ഷം ഉണ്ടാക്കുന്നൊരു ശൂന്യതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ശൂന്യതയാണ്. ഈ പറയുന്ന ഭൗതികമായി നമ്മൾ മെച്ചപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ ആത്മീയമായ മേഖലയിൽ നമ്മൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്നത് സബ്ജക്റ്റീവായ മേഖലയിൽ, ആത്മീയം നമ്മൾ പറയേണ്ട ആത്മനിഷ്ഠമായ മേഖലയിൽ ഒരു ശൂന്യത ഉണ്ടായിരിക്കുന്നു. നമ്മളിപ്പോഴും പഴയ മുദ്രാവാക്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കോറിന് കുഞ്ഞിലെ കുമ്പിളിൽ കഞ്ഞി അത് നമ്മൾ പിന്നെ ഇല്ലാതാക്കി, അതുപോലെ തന്നെ പിന്നെ കൃഷിക്കാരന് കൃഷിഭൂമി കൊടുത്തു, കുടികിടപ്പ് അവകാശം കൊടുത്തു, തൊഴിൽ കൊടുത്തു, ഈ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കി. ഇതൊക്കെ പഴയകാല കഥയായി മാറിയിട്ടുണ്ട്. ഇനി അവർ ഈ പറയുന്ന വളരെ പെട്ടെന്ന് ഈ ഹിന്ദുത്വ ആശയങ്ങളിലേക്ക് വരികയും ആ ഹിന്ദുത്വ ആശയങ്ങളുമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ ആലോചിക്കുകയും ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ശൂന്യതയാണ് ഇനി ഇടതുപക്ഷം പരിശോധിക്കേണ്ടത്. അത് ഇടതുപക്ഷത്തിൻ്റെ ധർമ്മമാണ് കേട്ടോ കേരളത്തിൽ. കാരണം വെച്ചാൽ ഇടതുപക്ഷത്തിന് അത് ചെയ്യാൻ കഴിയുള്ളൂ. ആ ഒരു ശൂന്യതയിലേക്കാണ് ഈ പറയുന്ന ആശയങ്ങളെ നിർമ്മിച്ച് വളരെ പെട്ടെന്ന് BJP ഇൻട്രോഡ് ഉണ്ടാക്കുന്നത്.
പോകുന്നത്. അവിടെ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ പറയുന്ന ഇന്നലത്തെ പ്രസംഗത്തിൽ കൃത്യമായി ഗോവിന്ദ മാസ്റ്റർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പറയുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാക്കുമെന്ന് പറയുന്നതിനോടൊപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യയശാസ്ത്ര രംഗത്ത് ചോർച്ചയുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പ്രത്യയശാസ്ത്ര മേഖലയിൽ ചോർച്ചയുണ്ടായിരിക്കുന്നു. അതാണ് ഞാൻ ഏറ്റവും ഗുരുതരമായ വിഷയമായിട്ട് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇനി എത്ര പെൻഷൻ കൊടുത്താലും, എത്ര തൊഴിൽ കൊടുത്താലും, എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുത്താലും, നിങ്ങളുടെ സാംസ്കാരികമായ അവബോധത്തിൽ നിങ്ങളൊരു ഹിന്ദുത്വ ആശയവുമായി ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. അത് എളുപ്പത്തിൽ തിരിച്ചു കൊണ്ടുവരാവുന്ന ഒരു കാര്യമല്ല. അങ്ങോട്ടേക്കാണ് ഈ വിഭാഗങ്ങൾ വഴിമാറുന്നത്. അത് ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നായിരിക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇടതുപക്ഷം ആദ്യം അന്വേഷിക്കേണ്ടത് ഈ വിഭാഗങ്ങളിൽ കൃത്യമായ മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ടാണ് ഇത് നിർമ്മിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് പറ്റുന്ന ടൂൾസാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം വിരോധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മുസ്ലിം വിരോധം പറഞ്ഞ് കൃത്യമായൊരു ഹിന്ദുത്വ ആശയത്തിലേക്ക് ഇവരെ എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഐഡിയോളജിക്കൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ പരിഹാരത്തിലേക്ക് സാംസ്കാരികമായി, ആശയപരമായി ഇടതുപക്ഷം മുന്നോട്ട് വന്നില്ല എങ്കിൽ ഈ പറയുന്ന വളരെ പെട്ടെന്ന് തന്നെ, ഞാൻ വിചാരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നല്ല രീതിയിൽ BJPക്ക് NDAക്ക് മുന്നോട്ട് വരാൻ കഴിയും. അങ്ങനൊരു സാഹചര്യമാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് പഠിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.